സമുദ്രനിരപ്പിൽ നിന്നും 8000 അടി ഉയരത്തിൽ ആകാശത്തെ തൊട്ടുരുമി മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന മലനിരകൾ. ആ മലനിരകളെ പച്ചപ്പിന്റെ മേലാപ്പണിയിച്ചുകൊണ്ട് കാഴ്ചയുടെ വിസ്മയം തീർക്കുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ തേയിലത്തോട്ടം. കൂടാതെ ആകാശത്ത് സ്വർണ്ണപ്രഭയോടെ ഉദിച്ചുയർന്ന വർണ്ണപ്രപഞ്ചം തീർക്കുന്ന സൂര്യോദയം. അതെ, നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിനും മേഘങ്ങൾക്ക് മുകളിലുള്ള ഒരു മാന്ത്രിക ലോകം. അതാണ് കൊളുക്കുമല. ഇന്നത്തെ നമ്മുടെ യാത്ര മൂന്നാറിലെ ആഡംബര പ്ലാന്റേഷൻ റിസോർട്ടായ ഡ്രീം ക്യാച്ചറിലേക്കാണ്. അവിടെ ട്രീ ഹൗസിൽ താമസിച്ച് കുതിരസവാരിയും പൊളാരിസ് റൈഡും മറ്റ് ആക്ടിവിറ്റീസുകളും ഒക്കെ ആസ്വദിച്ച് പുലർച്ചെ റിസോർട്ടിൽ നിന്നും ബുക്ക് ചെയ്തിരിക്കുന്ന ജീപ്പിൽ കൊളുക്കുമലയിലെത്തി സൂര്യോദയം കാണുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. മൂന്നാറിലെ ബൈസൺവാരിയിൽ ഏതാണ്ട് 25 ഏക്കറോളം പരന്നു കിടക്കുന്ന തേയിലത്തോട്ടത്തിനും ഏലത്തോട്ടങ്ങൾക്കും നടുവിലാണ് ഡ്രീം ക്യാച്ചർ റിസോർട്ട് നിർമ്മിച്ചിരിക്കുന്നത്. പ്രകൃതിയുടെ വശ്യമായ സൗന്ദര്യവും ശാന്തതയും ആധുനികമായ ആഡംബരവും ഒരുപോലെ ഒത്തുചേരുന്ന ഒരു റിസോർട്ടാണിത്. റിലാക്സിംഗ് ആയ അന്തരീക്ഷവും ഇവിടെ ഒരുക്കിയിരിക്കുന്ന നിരവധി ആക്ടിവിറ്റീസുകളുമാണ് ഈ റിസോർട്ടിന്റെ പ്രത്യേകത. നമ്മളിപ്പോൾ ഡ്രീം ക്യാച്ചർ റിസോർട്ടിലേക്കാണ് എത്തിയിരിക്കുന്നത്. ചെക്കിനൊക്കെ ചെയ്തതിനു ശേഷം നേരെ നമ്മൾ ട്രീ ഹൗസ് ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. പ്രകൃതിയോട് ഇണങ്ങുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓരോ നിർമ്മിതിയും. നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പല കാറ്റഗറിയിലുള്ള റൂമുകൾ ഇവിടെ ബുക്ക് ചെയ്യാവുന്നതാണ്. മനോഹരമായ കോട്ടേജുകൾ, ഡീലക്സ് റൂമുകൾ, ട്രീ ഹൗസുകൾ എന്നിവയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ഒരു അടിപൊളി ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂളാണ് ഉള്ളത്. തേയിലത്തോട്ടവും മലനിരകളും ഒക്കെ കണ്ട് ശരീരത്തിനും മനസ്സിനും നല്ലൊരു റിലാക്സേഷൻ ഒക്കെ കിട്ടുന്ന രീതിയിലാണ് ഈ പൂൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കാണുന്ന തേയിലത്തോട്ടത്തിന്റെ നടുവിലൂടെയാണ് മുന്നോട്ട് പോകേണ്ടത്. നടപ്പാതയൊക്കെ കോൺക്രീറ്റ് ടൈലൊക്കെ പാകി നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഡ്രീം ക്യാച്ചർ റിസോർട്ടിന്റെ ഏറ്റവും വലിയ സവിശേഷത ഇവിടുത്തെ ആഡംബര ട്രീ ഹൗസുകളാണ്. ഉള്ളിൽ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളുമുള്ള ഒരു ലക്ഷറി റൂം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മൾ ബുക്ക് ചെയ്ത ട്രീ ഹൗസ്. നിലത്തു നിന്നും ഏകദേശം ഒരു 20 അടി ഉയരമൊക്കെ ഇതിനുണ്ട് കേട്ടോ. മുൻഭാഗത്ത് മനോഹരമായ തേയിലത്തോട്ടവും ബാക്ക് സൈഡിലായി വിശാലമായ ഏലത്തോട്ടത്തിന്റെ കാഴ്ചകളുമാണ് ഉള്ളത്. ഈ റിസോർട്ട് ബുക്ക് ചെയ്യുന്നതിനുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റൂം. നല്ല മനോഹരമായിട്ടാണ് റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് നല്ല നീറ്റായിട്ടുള്ള ബാത്റൂമാണ് ഇവിടെ ഉള്ളത്. ഇനി റിസോർട്ടിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പുറപ്പെടുകയാണ്. ഇവിടെ തേയിലയുടെ കൊടുത്തിരിക്കുന്ന സമയമായതുകൊണ്ട് നമുക്ക് അടുത്ത് നിന്ന് കാണുകയും അടിപൊളി ഫോട്ടോസ് ഒക്കെ എടുക്കുന്നതിന് സാധിച്ചു. നമ്മൾ ആദ്യം എത്തിയിരിക്കുന്നത് ഒരു പ്ലേ ഏരിയയിലേക്കാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഒരു ചെറിയ പാർക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പാർക്കിനടുത്തായി ഒരു വാച്ച് ടവർ ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ കയറി നിൽക്കുമ്പോൾ നല്ലൊരു താഴ്വാര കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടുത്തെ ഒരു കിടിലൻ ആക്ടിവിറ്റിയാണ് ഹോഴ്സ് റൈഡിങ്. ഇവിടെ 2 കുതിരകളാണ് ഉള്ളത്. ഈ പ്ലാന്റേഷന്റെ ഇടയിൽ കൂടിയുള്ള കുതിരസവാരി നമുക്കൊരു രാജകീയ ഫീലാണ് സമ്മാനിക്കുന്നത്. കുതിരകൾ വളരെ ശാന്തരും ട്രെയിൻഡും ആയതുകൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒട്ടും പേടി കൂടാതെ തന്നെ ഈ റൈഡ് പരീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നല്ല പ്രൊഫഷണൽ ഗൈഡിന്റെ പൂർണ്ണ മേൽനോട്ടത്തിലാണ് ഈ റൈഡ് നടത്തുന്നത്. കുതിരസവാരിക്ക് ശേഷം ഇനി നമ്മൾ ഒരു അഡ്രിനാലിൻ റഷിലേക്കാണ് പോകുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും ആവശ്യം നിറഞ്ഞ പൊളാരിസ് ഓഫ് റോഡ് റൈഡ്. കല്ലും മണ്ണും കുത്തിനെ കയറ്റവും ഇറക്കവും നിറഞ്ഞ ട്രാക്കിലൂടെയുള്ള ഒരു ത്രില്ലിംഗ് റൈഡ് തന്നെയാണിത്. ഇവിടെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് നല്ല ഫുഡും ഒക്കെ കഴിച്ച് പ്രകൃതി ഭംഗിയും പച്ചപ്പും തണുപ്പും ഒക്കെ ആസ്വദിച്ച് ഒന്ന് റിലാക്സ് ചെയ്യുവാൻ പറ്റിയൊരു റിസോർട്ടാണിത്. ഇവിടുത്തെ മറ്റൊരു കാഴ്ച ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന തൂക്കുപാലമാണ്. പൂളിൽ നിന്നും ഒരു തൂക്കുപാലം വഴി നടന്നു വേണം നമുക്ക് റിസോർട്ടിന്റെ റെസ്റ്റോറൻറ്റിൽ എത്താൻ. റിസോർട്ടിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് റെസ്റ്റോറൻറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്റീരിയർ ഒക്കെ നല്ല ഭംഗിയായി ചെയ്തിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് ഇവിടെയുള്ളത്. റൈഡിന് ശേഷം പൂളിലെ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സൂര്യൻ പതുക്കെ അസ്തമിച്ചു തുടങ്ങി. ഇപ്പോൾ റിസോർട്ട് മറ്റൊരു ഭാവത്തിലേക്ക് മാറിയിരിക്കുകയാണ്. മൂടൽമഞ്ഞ് നിറഞ്ഞ തേയിലത്തോട്ടവും തോട്ടത്തിന് നടുവിൽ തെളിയുന്ന ചെറിയ മഞ്ഞ വെളിച്ചവും നല്ല തണുപ്പും നല്ല അടിപൊളി ഫീലാണ് നമുക്കിവിടെ കിട്ടുന്നത്.
ഈ നല്ല തണുപ്പത്ത് ഇനി നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഒരു ക്യാമ്പ് ഫയറാണ്. തീക്കനലിൽ ചൂടൊക്കെ കൊണ്ട് നല്ല പാട്ടൊക്കെ കേട്ട് ഇന്നത്തെ രാത്രി എല്ലാവരും അടിച്ചു പൊളിക്കുകയാണ്. ക്യാമ്പ് ഫയറൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി ഒന്ന് വിശ്രമിക്കണം. പുലർച്ചെ 4 മണിക്ക് കൊളുക്കുമലയിലേക്കുള്ള സാഹസിക യാത്രയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. രാവിലെ കൃത്യസമയത്ത് തന്നെ നമുക്ക് പോകാനുള്ള ജീപ്പ് എത്തിയിട്ടുണ്ട്. നമ്മൾ ഗ്യാപ്പ് റോഡ് വഴി സൂര്യനെല്ലി ബേസ് ക്യാമ്പിലേക്കാണ് പോകുന്നത്. നല്ല തണുത്ത കാലാവസ്ഥയാണ് ഇവിടെ. ഇതാണ് സൂര്യനെല്ലി ബേസ് ക്യാമ്പ്. നമുക്ക് റിസോർട്ടിൽ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് യാതൊരു ടെൻഷനുമില്ലാതെ നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. 3100 രൂപയാണ് ഇവിടെ ബേസ് ക്യാമ്പിൽ നിന്നും കൊളുക്കുമലയിലേക്ക് ഒരു ജീപ്പിന് നൽകേണ്ട ചാർജ്. ഒരു ജീപ്പിൽ 6 പേർക്കാണ് യാത്ര ചെയ്യാവുന്നത്. നമുക്ക് രാത്രി വിഷ്വൽ ലഭ്യമല്ലാത്തതുകൊണ്ട് നമ്മൾ കയറി പോകുന്ന വഴിയിലൂടെ തിരികെ ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. രാവിലെ 4:30 മുതലാണ് ഇവിടെ നിന്നും ജീപ്പ് സഫാരി ആരംഭിക്കുന്നത്. ഇവിടം ഓഫ് റോഡ് പ്രേമികളുടെ ഒരു സ്വർഗ്ഗഭൂമിയാണ്. ഏകദേശം 10 കിലോമീറ്റർ കല്ലും പാറയും കുത്തനെയുള്ള കയറ്റവും മാത്രം നിറഞ്ഞ പാതയാണിത്. നമ്മുടെ ജീപ്പ് നല്ല കുലുങ്ങി മറിഞ്ഞാണ് മുന്നോട്ട് നീങ്ങുന്നത്. കൊളുക്കുമലയുടെ അടിവാരത്തെ മഞ്ഞു മൂടിയ തേയിലത്തോട്ടവും അതിനു മുകളിൽ തലയുയർത്തി നിൽക്കുന്ന മലനിരകളും ഇവിടെ വരുന്ന ഏതൊരു സഞ്ചാരിയുടെയും മനസ്സ് നിറയ്ക്കും. ജീപ്പുകളെല്ലാം കൂട്ടമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മളിപ്പോൾ ദൂരെ കാണുന്നതാണ് താഴെ നിന്നും മുകളിലേക്ക് വരുന്ന ഓഫ് റോഡ് പാത. നമ്മളിപ്പോൾ കൊളുക്കുമലയുടെ നിറയിലാണ് എത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ സിംഹപ്പാറയുടെ സമീപത്തുള്ള സൺറൈസ് വ്യൂ പോയിന്റിലേക്കാണ് നടക്കുന്നത്. ഇവിടെ നിന്നും 1 കിലോമീറ്റർ മുന്നോട്ട് നടന്നാൽ നമുക്ക് ടീ ഫാക്ടറിയുടെ അടുത്തായി മറ്റൊരു സൺറൈസ് വ്യൂ പോയിന്റ് കൂടി ഉണ്ട്. ഇവിടെ നിന്നും സൺറൈസ് ഒക്കെ കണ്ടതിന് ശേഷം അവിടേക്ക് പോകാനാണ് നമ്മുടെ പ്ലാൻ. നമ്മുടെ താഴെയായി കണ്ണെത്താ ദൂരത്തോളം ചെറിയ ചെറിയ മൊട്ടക്കുന്നുകളും അവയുടെ താഴ്വാരത്തിലായി തമിഴ്നാടിന്റെ ദൂരക്കാഴ്ചയും നമുക്ക് കാണാം. നമ്മൾ ഈ കാണുന്നതാണ് തിപ്പടമല. തിപ്പടമലയുടെ സൈഡിലായി നമ്മൾ കയറി വന്ന കേരളത്തിന്റെ ഭാഗമായ തേയിലത്തോട്ടങ്ങളും ചെറിയ ക്ലൗഡ് ബെഡും ഒക്കെ നമുക്ക് കാണാം. മീശപ്പുലിമലയും ബോസ് പീക്ക് പോയിന്റുമാണ് നമ്മുടെ ബാക്ക് സൈഡിലായിട്ട് കാണുന്നത്. ഇവിടെ എല്ലാവരും വളരെ ആകാംക്ഷയോടെ സൺറൈസ് കാണുന്നതിന് വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. വലിയൊരു ജനക്കൂട്ടം തന്നെയുണ്ട് ഇവിടെ. ദൂരെ നമുക്ക് സൂര്യോദയമൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഈ ആകാശക്കാഴ്ച കാണുന്നതിനാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കൊളുക്കുമലയിലേക്ക് സഞ്ചാരികൾ ഒഴുകിയെത്തുന്നത്.
സൂര്യോദയം കണ്ടു കഴിഞ്ഞ് ഇനി നമ്മൾ മുന്നോട്ട് പോകുന്നത് കൊളുക്കുമലയിലെ മറ്റൊരു പ്രകൃതിയുടെ അത്ഭുതമായ സിംഹപ്പാറ കാണുന്നതിനാണ്. ഈ മലനിരകൾക്ക് കാവൽ നിൽക്കുന്നതിനായി പ്രകൃതി തന്നെ ഒരുക്കിയിരിക്കുന്ന സിംഹത്തിന്റെ രൂപമുള്ള പാറയാണ് സിംഹപ്പാറ. ഉദിച്ചു വരുന്ന സൂര്യന്റെ പശ്ചാത്തലത്തിൽ സിംഹപ്പാറയിൽ നിന്നുള്ള ഫോട്ടോ എടുക്കുന്നതിനായി സഞ്ചാരികളുടെ വലിയൊരു തിരക്ക് തന്നെയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇവിടെ എത്തുന്ന സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഫോട്ടോ പോയിന്റ് കൂടിയാണിത്. ഇനി നമ്മൾ കൊളുക്കുമല ടീ ഫാക്ടറിയുടെ അടുത്തുള്ള വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ദൂരമാണ് അവിടേക്കുള്ളത്. ജീപ്പിന് നമുക്ക് പോകാമെങ്കിലും ഇവിടുത്തെ ഈ തണുപ്പൊക്കെ അടിച്ച് സൂര്യോദയത്തിന്റെ കാഴ്ചയൊക്കെ കണ്ട് നടന്നു പോകാനാണ് നമ്മുടെ പ്ലാൻ. നടന്നു പോകുന്നത് കൊണ്ട് തന്നെ കൊളുക്കുമലയുടെ പല ആംഗിളിൽ നിന്നുള്ള വ്യൂ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ നല്ല തണുത്ത കാറ്റൊക്കെ അടിച്ച് ഇങ്ങനെ ഈ വഴിയിലൂടെയുള്ള നടത്തം നമ്മുടെ ശരീരത്തിനും മനസ്സിനും നല്ലൊരു ഉന്മേഷമാണ് നൽകുന്നത്. കൊളുക്കുമല സൺറൈസ് ശരിക്കും ഒരു മാജിക്കലാണ്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു ഫീലിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ തമിഴ്നാടിന്റെ ഭാഗത്തുള്ള കൊളുക്കുമല എസ്റ്റേറ്റ് ക്യാൻറ്റീൻ്റെ അടുത്താണ് എത്തിയിരിക്കുന്നത്. ഇതിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഇവിടെയുള്ള വ്യൂ പോയിന്റ് ഉള്ളത്. നമുക്ക് വേണ്ട ഫുഡും കൊളുക്കുമല തേയിലയും ഒക്കെ ഇവിടെ നിന്നും ലഭിക്കും. ഇവിടെ നിന്നാൽ നമുക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള ടീ ഫാക്ടറി കാണാൻ സാധിക്കും. ഈ കാണുന്നതാണ് കൊളുക്കുമല ടീ ഫാക്ടറിയും തേയിലത്തോട്ടവും. കൊളുക്കുമലയിൽ കെമിക്കലോ കീടനാശിനികളോ ഒട്ടും ഉപയോഗിക്കാത്ത ജൈവവളം മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന തേയിലത്തോട്ടമാണ് ഉള്ളത്. അതുപോലെ തന്നെ തേയില ഇവിടെ പരമ്പരാഗതമായ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ രണ്ടാമത്തെ വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. രാവിലെ സൺറൈസ് കാണാൻ വന്നവരൊക്കെ തിരികെ പോകുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. കുറച്ച് സ്റ്റെപ്പുകളൊക്കെ കയറി വേണം മുകളിലെത്താൻ. ഇവിടെ നിന്നാലും നമുക്ക് രാവിലെ സൺറൈസ് നന്നായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ആദ്യം കണ്ട തിപ്പടമലയുടെ ഒരു നല്ല വ്യൂ ഒക്കെ ഇവിടെ നിന്നും ലഭിക്കും. നമ്മൾ അവിടെ നിന്നാണ് നടന്നിവിടെ എത്തിയത്. നമ്മളിനി ജീപ്പിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അങ്ങനെ സൺറൈസിന്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് റിസോർട്ടിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. അങ്ങനെ കൊളുക്കുമലയിലെ അടിപൊളി സൂര്യോദയമൊക്കെ കണ്ട് റൂമിലെത്തി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം റൂമിൽ നിന്നും ചെക്കൗട്ട് ചെയ്ത് നമ്മൾ തിരികെയുള്ള യാത്ര ആരംഭിക്കുകയാണ്. നമ്മുടെ ഈ യാത്ര ആസ്വദിച്ച് കൂടെ നിന്ന എല്ലാവർക്കും നന്ദി. ഇതുപോലെയുള്ള പുതിയ വീഡിയോകളുമായി ഇനിയും കാണാം.